മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്നവർ ബഹുഭൂരിപക്ഷവും വീട് പണിയാൻ വേണ്ടി ഫിനാൻസിന് വേണ്ടി ഹോം ലോൺ എടുക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ പല കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് ഹോം ലോൺ ലഭിക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി എങ്ങനെ മനസ്സിലാക്കാം? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ലോണിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളിൽ തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യേണ്ടത്. ഇത് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം ബാങ്ക് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ബാങ്ക് ലോൺ അല്ലെങ്കിൽ ഹോം ലോൺ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആദ്യത്തേത് ജോലി സ്ഥിരത. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ സ്ഥാപനം മാറുന്ന അല്ലെങ്കിൽ കമ്പനികൾ മാറുന്ന അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മാറി മാറി പോകുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിനെ ബാധിക്കും. അതേപോലെ തന്നെ ബാധിക്കുന്നതാണ് നിങ്ങൾ ഒരു ഹോം ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ബാധിക്കും. അതായത് നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 2 വർഷമെങ്കിലും നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ സ്ഥിരമായ ജോലി ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ കൊടുക്കുന്നത് വഴി കൃത്യമായി നിങ്ങൾ അവിടെ സ്ഥിരമായിട്ട് അവിടെ വർക്കുണ്ട് അല്ലെങ്കിൽ ആ കമ്പനിയിലെ തൊഴിലാളിയാണ് എന്ന് ബാങ്കിന് അവിടെ കൃത്യമായി ബോധ്യപ്പെടുകയും അത് മുഖേന നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത ഇവിടെ വർദ്ധിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് റൺ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഏറ്റവും ചുരുങ്ങിയത് 5 വർഷം ആ ബിസിനസ് കണ്ടിന്യൂ ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഹോം ലോൺ ലഭിക്കാനുള്ള സാധ്യത അവിടെ വർദ്ധിക്കുന്നത്. രണ്ടാമത്തേതാണ് തൊഴിൽ ദാതാവ് ആരാണ് എന്നത്. അതായത് നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഉയർന്ന പൊസിഷൻ ആയിരിക്കും, അതേപോലെ തന്നെ ഉയർന്ന സാലറി നിങ്ങൾക്കുണ്ടായിരിക്കും. പക്ഷേ തൊഴിൽ ദാതാവ് ആരാണ് എന്ന് നോക്കും. പറയാനുള്ള കാരണം അതായത് സമൂഹത്തിൽ അറിയപ്പെടാത്ത ഒരു ചെറിയൊരു സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ മോശം സൽപ്പേരുള്ള ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നിരിക്കട്ടെ. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ ബാങ്ക് ലോൺ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹോം ലോൺ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സൽപ്പേര്, അതേപോലെ തന്നെ അവരുടെ ബാങ്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അവർ എത്രത്തോളം കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ അവർ എത്രത്തോളം ഉത്തരവാദിത്തമായി ബാക്കിയുള്ളവർ പെരുമാറുന്നു, ഇങ്ങനെയുള്ള കാര്യം കൂടെ അവർ മാനദണ്ഡമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് അവർ ലോൺ എടുത്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ അതുവരെ നമ്മുടെ ഹോം ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വാധീനിക്കപ്പെടും. അപ്പോൾ ഇത്തരം കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മൂന്നാമത്തതാണ് ആരാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അവരുടെ പ്രായം. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രായം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അപ്ലൈ ചെയ്തു പോകുന്നതാണ് നല്ലത് എന്നത്. അതായത് ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ ശരാശരി ഒരു 20-24 വയസ്സിനുള്ളിൽ തന്നെ ഹോം ലോണൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതകൾ അവിടെ വർദ്ധിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അതായത് 20 വയസ്സ് മുതൽ അല്ലെങ്കിൽ 24 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെ പ്രായമൊക്കെ ആകാം. എന്നാൽ ആ പ്രായത്തിന് ശേഷം അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷമൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സായി മാറുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. എന്നാൽ അതേപോലെ തന്നെ നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ അതായത് 28 അല്ലെങ്കിൽ 24-26 വയസ്സിന് ശേഷം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ മാത്രമായിരിക്കും ആ പ്രായത്തിലുള്ളവർക്ക് ബാങ്ക് ലോൺ പെട്ടെന്ന് സാങ്ഷനായി കിട്ടുന്നത്. ബാങ്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിൽ പണി എന്ന് എടുക്കുന്നവർക്ക് വളരെ വേഗത്തിൽ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ സേഫ് ആണ്, അവർക്ക് മാസാമാസം സാലറി കിട്ടും, അതിൽ നിന്ന് പിടിക്കാം. എന്നാൽ സെൽഫ് എംപ്ലോയിഡ് ആകുമ്പോൾ ആ ബിസിനസ് അഥവാ തകർന്നു കഴിഞ്ഞാൽ ലോൺ തിരിച്ചടവ് മുടങ്ങുന്നത് കൊണ്ട് തന്നെ ബാങ്കിന് കുറച്ചും കൂടി റിസ്ക് കൂടുതലാണ് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന സ്റ്റേജിൽ ബാങ്കിന് ഹോം ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ബിസിനസ് വളരെ ഉയർന്ന പന്തലിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് തീർച്ചയായും തരികയും ചെയ്യും. ബാങ്കിന് വളരെയധികം ഉത്സാഹവുമാണ് ബിസിനസ്സുകാർക്ക് ലോൺ കൊടുക്കാൻ. നാലാമത്തതാണ് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി.
നമ്മുടെ ക്രെഡിറ്റ് സ്കോർ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബാങ്ക് അവിടെ ചെക്ക് ചെയ്യും. ശരാശരി ഒരു 700-750 മുകളിലുണ്ടെങ്കിൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ ലോൺ ലഭിക്കാനുള്ള സാധ്യത അവിടെ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതിന് താഴെയാണെങ്കിൽ ലഭിക്കത്തില്ല. അതേപോലെ തന്നെ കുറേയധികം ബാധ്യതകൾ, കുറേയധികം ലോണുകൾ, പേഴ്സണൽ ലോണുകളൊക്കെ ആയിട്ട് നമ്മൾ എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ അതിലൂടെ പ്രോപ്പറായിട്ട് അടഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കൂടെ പലപ്പോഴും ഹോം ലോൺ എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു എമൗണ്ട് ആണ് അതിലൂടെ വരുന്നത്. അപ്പോൾ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അനാവശ്യപരമായി എടുത്തിട്ടുള്ള ലോണുകളെല്ലാം തന്നെ വളരെ വേഗത്തിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഉചിതം. അതുവഴി വളരെ വേഗത്തിൽ കിട്ടാനുള്ള സാധ്യതയോടെ വർദ്ധിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അഞ്ചാമത്തേതാണ്, ആരാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ വ്യക്തിയുടെ സാമ്പത്തിക നില. ഇത് പ്രത്യേകിച്ച് ബാങ്ക് ചെക്ക് ചെയ്യും. ഒന്ന്, നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ലോൺ എടുത്തിട്ടുണ്ട്, അത് പ്രോപ്പറായിട്ട് അടഞ്ഞു പോകുന്നുണ്ടോ, ഇത് ഓൾറെഡി ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് വഴി അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതി. എത്ര എമൗണ്ട് നിങ്ങളുടെ സാലറി ആയിട്ട് വരുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകളാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ നിന്ന് ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ ബാങ്കിന് പ്രോപ്പറായിട്ട് അടവ് കിട്ടുമോ, ഇത് പ്രോപ്പറായി തന്നെ ബാങ്ക് ചെക്ക് ചെയ്യും. നിങ്ങളുടെ കൃത്യമായിട്ടൊരു സാമ്പത്തിക സ്ഥിതി ബാങ്ക് അവിടെ കൃത്യമായി അളന്നതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ ബാങ്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അത്രയും ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം.